ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്ക് വീട്ടിലേക്ക് പോവാം. സാറേ, നീ വന്നാലും ഇല്ലെങ്കിലും ഞാൻ വീട്ടിലേക്ക് പോവും. ഞാൻ തനിച്ച് പോണോ? അത് വേണോ? അമ്മ കരഞ്ഞിട്ടേ ഇരിക്ക്. എന്നാല പാക്ക മുടിயாது സാർ. சொல்லுங்க. തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേടോ? ജെആറിന്റെ തീരുമാനങ്ങളൊന്നും എന്റെ ഇഷ്ടത്തിനല്ല, അത് അയാളുടെ തീരുമാന. ഇല്ല രഘു സാർ, എങ്ങനെ தெரியாம ഞാൻ ഇങ്ങ ഇരുന്ന് പോക മാട്ടേ. എങ്കിൽ തന്നെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കി. കുറച്ച് കഴിയുമ്പോ ജെആർ വരും, അത് ചോദിച്ചിട്ട് പോയാ മതി. സാർ സാർ രഘു സാരോട് ജീവൻ ആപത്തില്. ഇപ്പൊ നീങ്ക ഉണ്മ சொன்னாதான் അവരെ കാപ്പാത്തதுக்கு ഞങ്ങൾക്ക് ചാൻസ് கிடைக்கும். அதனால தான் வந்தது சார். நீங்க சொல்லல, எனக்கு പറയേണ്ടി വരും. ജെആറിന്റെ വീട്ടിലെ വേലക്കാര് ഇവിടെ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്താൻ വരുന്നു. കടക്കട പുറത്ത്. വേലക്കാരൻ തണ്ട. அந்த குடும்பத்துக்காக என்னோட உயிரை கொடுப்பேன். போயிடுச்சு. இந்த கை நான் தோளத்துல எடுக்கிறவங்களும் ഇത് ജെആറിന്റെ ഓഫീസാ. ഇവിടെ വന്ന് നീ അതിക്രമം കാണിച്ചാലുണ്ടല്ലോ, നീ ഇവിടെ ജീവിച്ചിരിക്കില്ല. ഉയര് പോണല് പോട്ടെ സാറേ. രഘു സാർ എങ്ങനെ ഉന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. இல்லனா இதுதான் உன்னோட கடைசி மியூசிக். ശരവണ, അയ്യോ, എന്താണ് നിനക്ക് വേണ്ടത്? എന്റെ ഓഫീസിൽ വന്ന് എന്റെ സ്റ്റാഫിനെ ഉപദ്രവിക്കാൻ ആരാണ് നിനക്ക് അധികാരം തന്നെ? സാർ, രഘു സാർ ഒന്നും പണാതെ അവരെങ്ക ഇരിക്കുന്നു சொல்லுங்க സാറേ. പറയാം. നിന്നെ ആരാടാ ഇങ്ങോട്ട് അയച്ചേ? അമ്മയാണോ അതോ നിത്യ? ഇല്ല സാർ, ഞാൻ എന്നോട് ഇഷ്ടത്താലെ വന്നിരിക്ക്. അച്ഛൻ എവിടെയാണെന്ന് ഞാൻ പറയാം. പകരം ഹരി എവിടെയാണെന്ന് നീ പറയണം. ഹരി സാർ മൂകാംബികയ്ക്ക് പോയിട്ടിരിക്കെ സാർ. മൂകാംബികയ്ക്ക് പോയിരിക്കാ? ആമാ. എടാ, അതൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ കള്ളവല്ലേടാ? ഇല്ല സാർ, ഉണ്മ, നിജമാ ഉണ്മ. ശരി ശരി, നീ ഒരു കാര്യം ചെയ്യ്. നീ വന്ന് വണ്ടി കയറും. ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോ, എന്നിട്ട് അവരെയും കൂട്ടി അച്ഛൻ്റെ അടുത്തേക്ക് പോ. അതേ ശരവണ, കൊല്ലാൻ വേണ്ടി തന്നെ ഞാൻ അച്ഛനെ അങ്ങോട്ട് അയച്ചത്. പക്ഷേ ഇപ്പൊ എനിക്കത് വേണ്ടാന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും ജനിപ്പിച്ച തന്തേലടാ. മോശമാ, മോശം. നമുക്ക് വീട്ടിലേക്ക് പോവാം. സാറേ, നീ വന്നാലും ഇല്ലെങ്കിലും ഞാൻ വീട്ടിലേക്ക് പോവും. ഞാൻ തനിച്ച് പോണോ? അത് വേണോ? അതോ നീ എന്റെ കൂടെ വരുന്നോ? ഇതാണ് സ്വാമി കണ്ടുപഠിക്കേണ്ടത്. ഇതാണ് വിശ്വസ്തത. സ്വന്തം ജീവന്റെ അവസാനം കണ്ടാ പോലും സ്നേഹിച്ചവരെ കൈവിടില്ലെന്ന വിശ്വസ്തത. സ്വാമിക്ക് വേദനിച്ചോ? സർ. സാരമില്ല.
പണിയെടുത്ത് തഴമ്പിച്ച കയ്യാ സ്വാമി ഇവന്റെ. തൽക്കാലം സ്വാമി ഇതങ്ങ് മറക്ക. നമുക്ക് നമ്മുടെ ശരവണന്റെ അടുത്തുനിന്ന് പറ്റിയ തെറ്റല്ലേ? അപ്പൊ സ്വാമി, എന്തായാലും അച്ഛൻ തിരിച്ചു വരും. അയ്യോ, ഒന്നും സംഭവിക്കാതെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരും. പോവാം. ആ? വാ. അവന്റെ കഥ കഴിഞ്ഞു. ചാകുന്നതിന് മുൻപാ അവന് എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ തോന്നിയത്. വേണ്ട വേണ്ട വേണ്ട. എന്റെ കൂടെ വന്നതിന് ശരവണനെ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട. ശരവണൻ കുറച്ചു മുമ്പ് ഓഫീസിൽ വന്നിരുന്നു. ശരവണൻ വന്നതേ അച്ഛൻ എവിടെയാണെന്ന് സ്വാമിയോട് ചോദിക്കാനാ. സ്വാമി അതിന് ഉത്തരം പറയാത്തോണ്ട് ശരവണൻ സ്വാമിയെ തല്ലി. ഗുണ്ടയാണോ നീ? എന്റെ ഓഫീസിൽ വന്ന ഒരാളെ തല്ലിയാലേ സ്വാഭാവികമായിട്ട് ഞാൻ പോലീസിൽ അറിയിക്കും. പക്ഷെ നമ്മുടെ ശരവണനല്ലേ, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. നിത്യ, ദാ, ഇത് ഞാൻ തനിക്ക് വേണ്ടി വാങ്ങിയതാ. എനിക്കൊന്നും വേണ്ട. ശേ, അത് പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? ഒരാളൊരു സമ്മാനം വാങ്ങിക്കൊണ്ടുവന്ന അത് സ്വീകരിക്കാനൊരു മനസ്സ് വേണം. അച്ഛൻ എവിടെയെന്ന് ചോദിച്ചപ്പോ കൊല്ലം വീട് വിട്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് എനിക്ക് സമ്മാനം. ഞങ്ങളൊക്കെ വെറും മണ്ടന്മാരാണെന്നാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്? നിത്യ, ഇന്നത്തെ ദിവസം നിത്യ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും. ഇന്നെനിക്ക് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ദിവസമാ. നിത്യ ചോദിച്ചോ? എങ്കിൽ അച്ഛൻ എവിടെയാണെന്ന് പറയേ. അമ്മയ്ക്ക് അച്ഛനോടൊന്ന് ഫോണിൽ സംസാരിക്കണം. സത്യത്തിൽ നിങ്ങളുടെയൊക്കെ ഈ പരസ്പര സ്നേഹമുണ്ടല്ലോ, അതെന്നെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ട്. നോക്ക്, ചാകാൻ പോലും പേടിയില്ലാതെ ശരവണൻ എന്റെ ഓഫീസിൽ അതിക്രമിച്ച് കയറി എന്റെ സ്റ്റാഫിനെ ഉപദ്രവിച്ചു. അച്ഛന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ എന്നെ ചോദ്യം ചെയ്യാൻ നിത്യ തയ്യാറായി. അച്ഛനെ ഞാൻ കാണിച്ചു തരാം. നാളെ നമുക്ക് ഒരുമിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. ഞാൻ നിന്നെ വിശ്വസിക്കില്ല.